സ്വാഗതം. ഇന്ന് നമ്മൾ പൗലോ കൊയ്ലോയുടെ ലോകപ്രശസ്തമായ ആ പുസ്തകമില്ലേ, ആൽക്കെമിസ്റ്റ്, അതിലെ പ്രധാന ആശയങ്ങളിലേക്കാണ് നമ്മളൊന്ന് ആഴ്ന്നിറങ്ങുന്നത്. ആൽക്കെമിസ്റ്റ് 1988 ഇറങ്ങിയതാണ്. ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവും. എന്നാലും അതിലെ ആ സന്ദേശം, സ്വപ്നങ്ങളെ പിന്തുടരുക, ഹൃദയം പറയുന്നത് കേൾക്കുക, അതൊക്കെ ഒന്നുകൂടി ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നി. ശരിയാണ്. അപ്പോ ഈ ഒരു ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടണം, അതാണ് ലക്ഷ്യം. ചിലപ്പോ ഇത് നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്നുകൂടി ആലോചിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. തീർച്ചയായും. കാരണം ഇതൊരു വെറും നോവലല്ലല്ലോ. അതിനപ്പുറം ഒരുപാട് ചിന്തകളും ഒരു പ്രചോദനവുമൊക്കെ തരുന്ന ഒന്നാണ്. ലോകം മുഴുവനുമുള്ള ആളുകളെ ഇത് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ശരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ വ്യക്തിപരമായ ഐതിഹ്യം അഥവാ പേഴ്സണൽ ലെജൻഡാണ്. പേഴ്സണൽ ലെജൻഡ്. അതായത് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു നിയോഗം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ചിന്ത അത് കണ്ടെത്തണം, അതിനുവേണ്ടി ശ്രമിക്കണം. അതാണ് പുസ്തകം പ്രധാനമായിട്ടും പറയുന്നത്. കഥ നമുക്കെല്ലാവർക്കും ഏകദേശം അറിയാമായിരിക്കും. സ്പെയിനിലെ ഒരു ആട്ടിടയൻ സാന്റിയാഗോ. അതെ, സാന്റിയാഗോ. ഈജിപ്തിലെ പിരമിഡിന്റെ അടുത്ത് ഒരു നിധിയുണ്ടെന്നൊരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നു. പിന്നെ ആ മെൽക്കീസെഡക് എന്നൊരു രാജാവ്, ഒരു മിസ്റ്റീരിയസ് കഥാപാത്രം. അതെ, ആളുടെ ഒരു പ്രോത്സാഹനം കൂടി കിട്ടുമ്പോ അവൻ പിന്നെ ഉള്ള ആടുകളെയൊക്കെ വിറ്റ് ആ നിധി തേടിയിറങ്ങുകയാണ്. സ്വന്തം പേഴ്സണൽ ലെജൻഡ് തേടിയൊരു യാത്ര. അതൊരു വലിയ തീരുമാനം തന്നെയാണല്ലേ? ആണ്, വളരെ വലിയ തീരുമാനം. അതാണ് ശരിക്കും ആദ്യത്തെ ഒരു പാഠമെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കംഫർട്ട് സോൺ വിട്ട് അറിയാത്ത ഒന്നിലേക്ക് ഒരു യാത്ര പോകാനുള്ള ധൈര്യം. ശരിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ യാത്ര എന്ന് പറയുന്നത് ലക്ഷ്യത്തിലെത്തുക എന്നതിനേക്കാൾ ആ യാത്ര തന്നെയാണ് പ്രധാനം. അതെ, ദ ജേർണി ഇറ്റ്സെൽഫ്. എക്സാക്ട്ലി. ഇതൊരു വെറും പുറമേയുള്ള യാത്രയല്ല, ഉള്ളിലേക്കുള്ള ഒരു അന്വേഷണം കൂടിയാണ്. ശരിയാണ്. വഴിയിൽ ഒരുപാട് പേരെ കാണുന്നുണ്ടല്ലോ. ഉണ്ട്. ഓരോ കണ്ടുമുട്ടലും ഓരോ